എറണാകുളം കുണ്ടന്നൂരിൽ തോക്ക് ചൂണ്ടി 80 ലക്ഷം രൂപ കവർന്ന കേസിൽ 7 പേരാണ് ഇതുവരെ അറസ്റ്റിലായത്. ഈ പിടിയിലായവരിൽ നിന്ന് 20 ലക്ഷം രൂപ കണ്ടെടുത്തിട്ടുണ്ട്. മോഷണത്തിന്റെ സൂത്രധാരൻ എറണാകുളത്തെ അഭിഭാഷകൻ നിഖിൽ നരേന്ദ്രനെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു. മുഖംമൂടി ധരിച്ച് മോഷണം നടത്തിയ 3 പേർക്കായുള്ള അന്വേഷണം മറ്റു സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിച്ചിരിക്കുകയാണ്. തട്ടിയെടുത്ത 60 ലക്ഷം രൂപയാണ് ഇവരുടെ പക്കലുള്ളത്. ട്രേഡ് പ്രോഫിറ്റ് ഫണ്ട് എന്ന പേരിൽ തമിഴ്നാട് കേന്ദ്രീകരിച്ച് നടക്കുന്ന നോട്ടിരട്ടിപ്പിന്റെ പേരിലായിരുന്നു തട്ടിപ്പ്. 81 ലക്ഷം രൂപ കൊടുത്താൽ 1 കോടി 10 ലക്ഷമായി തിരിച്ചു കിട്ടുമെന്നായിരുന്നു പ്രതികളുടെ വാഗ്ദാനം. കേസിലെ മുഖ്യ സൂത്രധാരൻ എറണാകുളത്തെ അഭിഭാഷകൻ നിഖിൽ നരേന്ദ്രനാഥാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. ചേരാനല്ലൂർ സ്വദേശി ആസിഖ് ഇക്ബാൽ, പള്ളൂർത്ത് സ്വദേശി ബുഷാവ, സജി, ഇയാൾക്കൊപ്പം ഇടപാടിനെത്തിയ വിഷ്ണു എന്നിവർ ഉൾപ്പെടെ 7 പേരുടെ അറസ്റ്റാണ് ഇതുവരെ രേഖപ്പെടുത്തിയത്. കോടതിയിൽ ഹാജരാക്കിയ 5 പേരെ റിമാൻഡ് ചെയ്തു. പിടിയിലായവരെല്ലാം പണം ഇരട്ടിപ്പിക്കൽ സംഘത്തിന്റെ ഭാഗമെന്നാണ് പോലീസ് പറയുന്നത്. കവർച്ചാ സംഘം സഞ്ചരിച്ച 2 കാറുകളും കണ്ടെടുത്തു. മുഖംമൂടി ധരിച്ചെത്തിയ 3 പേർക്കായിട്ടുള്ള അന്വേഷണമാണ് ഇനി ഊർജിതമാക്കുന്നത്. കുണ്ടന്നൂരിലെ നാഷണൽ സ്റ്റീൽ കമ്പനി ഉടമ തോപ്പുംപടി സ്വദേശി സുബിൻ ജോസഫിനെ ഭീഷണിപ്പെടുത്തിയാണ് സംഘം പണം കൊള്ളയടിച്ചത്. 2 ആഴ്ച മുമ്പ് പ്രതികളായ വിഷ്ണുവും ജോജിയും സുബിനെ പരിചയപ്പെട്ടു. കവർച്ചാ സംഘം മുഖംമൂടി ധരിച്ച സ്ഥാപനത്തിലെത്തുമ്പോൾ സജിയും വിഷ്ണുവും ജോജിയുമാണ് സ്ഥലത്തുണ്ടായിരുന്നത്. ഇവർ പണം എണ്ണി തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. സംഘത്തെ കണ്ടതോടെ വിഷ്ണുവും ജോജിയും കടയിൽ നിന്ന് മാറി. പണവുമായി കവർച്ചാ സംഘം കടന്നതിന് പിന്നാലെ സജിയെ സുബിനും കടയിലെ ജീവനക്കാരും കൂടി പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. ഇന്നലെ പിടികൂടിയ 2 പേരിൽ നിന്നായി 20 ലക്ഷം രൂപ കണ്ടെടുത്തു. സ്ഥാപനത്തിലുണ്ടായിരുന്ന 81 ലക്ഷം രൂപ അസംസ്കൃത വസ്തുക്കൾ വാങ്ങാനുള്ള പണമെന്നായിരുന്നു സുബിൻ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ രേഖകളുണ്ടെന്നും സുബിൻ പറയുന്നു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.